ഓം നമഃശിവായ. ഇന്ന് കുട്ടികൾക്കായി ഒരു ചെറിയ കഥ, ഹനുമാനും ശിവലിംഗവും. ഇതാണ് കഥ. സമുദ്രത്തിന് കുറുകെയുള്ള ചിറകെട്ടൽ വിജയകരമായി പൂർത്തിയാക്കി ലങ്കയിലേക്ക് കുതിക്കാൻ ഉത്സാഹത്തോടെ വാനരസേന നിലകൊണ്ടു. ലങ്കയിലേക്കുള്ള യാത്രയ്ക്ക് മുമ്പ് കടൽക്കരയിൽ ശിവപൂജ നടത്തണമെന്ന് ശ്രീരാമൻ ആഗ്രഹിച്ചു. അതിനായി ഉത്തമമായ ഒരു ശിവലിംഗം കൈലാസത്തിൽ നിന്ന് കൊണ്ടുവരുവാൻ മാരുതിയെ ഏർപ്പാടാക്കി. പൂജയ്ക്കുള്ള മുഹൂർത്തവും നിശ്ചയിച്ചു. നിശ്ചയിച്ച മുഹൂർത്തം തെറ്റാതെ ശിവലിംഗവുമായി എത്തിച്ചേരണമെന്ന് ഹനുമാനോട് ശ്രീരാമൻ നിർദ്ദേശിച്ചു. വാനരപ്രമുഖരായ നളനീലന്മാർ പ്രതിഷ്ഠാമണ്ഡപം നിർമ്മിച്ചു നൽകുവാൻ തയ്യാറായി. ഹനുമാൻ ശ്രീരാമനെ വണങ്ങി സസന്തോഷം യാത്ര തിരിച്ച്. ആകാശമാർഗം അതിവേഗം യാത്ര ചെയ്ത ഹനുമാൻ കൈലാസത്തിലെത്തി. പരമേശ്വരനെ വന്ദിച്ച് തൻ്റെ വരവിൻ്റെ ഉദ്ദേശം അദ്ദേഹത്തെ അറിയിച്ചു. മണ്ഡപം നിർമ്മിച്ചു കഴിഞ്ഞു. പ്രതിഷ്ഠയ്ക്കുള്ള ശിവലിംഗം എത്തിയില്ല. മുഹൂർത്തം തെറ്റാതെ പ്രതിഷ്ഠാകർമ്മം നടത്തണം. മുഹൂർത്ത സമയമായിട്ടും മാരുതി എത്തിയില്ല. സമയം കളയാനില്ല. മുഹൂർത്തം തെറ്റാതെ കർമ്മം ചെയ്യുവാൻ ശ്രീരാമൻ ഒരുങ്ങി. പരമശിവനെ സങ്കല്പിച്ച് നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ആ ദിവ്യകർമ്മം അദ്ദേഹം നിർവഹിച്ചു. അപ്പോൾ അവിടെ വലിയൊരു അത്ഭുതം നടന്നു. പ്രതിഷ്ഠാമണ്ഡപത്തിൽ വളരെ തേജസ്സുള്ള ഒരു സ്വയംഭൂവായ ശിവലിംഗം കാണപ്പെട്ടു. അതിൽ ദേവകൾ ആകാശത്തു നിന്നും പുഷ്പവൃഷ്ടി നടത്തി. ശ്രീരാമൻ ഭക്തിപൂർവം ശിവലിംഗത്തിൽ ജലാഭിഷേകം ചെയ്ത് പൂജാകർമാദികൾ നടത്തി. പ്രദക്ഷിണം ചെയ്ത് അദ്ദേഹം ശിവനെ നമസ്കരിച്ചു. എന്നിട്ട് രാമേശ്വരം എന്ന് ഈ ക്ഷേത്രം അറിയപ്പെടുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ സമയം ഹനുമാൻ ശിവലിംഗവുമായി അവിടെ എത്തിച്ചേർന്നു. പ്രതിഷ്ഠാകർമ്മം നടന്നു കഴിഞ്ഞതറിഞ്ഞ മാരുതിക്ക് നിരാശയായി. സങ്കടം സഹിക്കാൻ കഴിയാതെയായി. കണ്ണുനീർ ധാരധാരയായി ഒഴുകി. സമയത്ത് എത്തിക്കാൻ കഴിഞ്ഞില്ലല്ലോ, ഇതാണ് സങ്കടം. ശ്രീരാമന് ഹനുമാൻ്റെ അവസ്ഥ മനസ്സിലായി. അദ്ദേഹം മാരുതിയെ ആശ്വസിപ്പിച്ചു. ഹനുമാൻ കൊണ്ടുവന്ന ശിവലിംഗം കിഴക്കേ ഗോപുരസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുവാൻ ശ്രീരാമൻ തന്നെ മാരുതിയോട് നിർദ്ദേശിച്ചു. അതുപ്രകാരം ആഞ്ജനേയൻ ശിവലിംഗ പ്രതിഷ്ഠ നടത്തി. ഭക്തിപൂർവം വണങ്ങി നമസ്കരിച്ചു. ഈ ശിവനെ ദർശിക്കാതെ മറ്റു ദേവന്മാരെ രാമേശ്വരത്ത് ദർശിക്കാൻ പാടില്ലെന്ന് ഒരു വിശ്വാസവുമുണ്ട്. ഇതാണ് കഥ. എല്ലാവർക്കും നമസ്കാരം. ഓം നമഃശിവായ.